എലി കോഹൻ. ധൈര്യം, ബുദ്ധി, ത്യാഗം എന്നിവയാൽ പ്രതിധ്വനിക്കുന്ന ഒരു പേര്. വർഷങ്ങളോളം അദ്ദേഹം സിറിയയുടെ ഹൃദയഭാഗത്ത് രഹസ്യമായി ജീവിച്ചു. സിറിയയിലെ ഉന്നതന്മാർക്കിടയിൽ നുഴഞ്ഞുകയറി ചരിത്രത്തിന്റെ ഗതി മാറ്റിമറിച്ച രഹസ്യാന്വേഷണ വിവരങ്ങൾ ഇസ്രായേലിന് ചോർത്തി നൽകി. എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ അസാധാരണമായ ദൗത്യത്തിന് കനത്ത വില നൽകേണ്ടി വന്നു. ഒരു രാഷ്ട്രത്തെ മുഴുവൻ വിഡ്ഢിയാക്കുകയും ഇസ്രായേലും സിറിയയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകാൻ കാരണക്കാരനാകുകയും അചഞ്ചലമായ വിശ്വസ്തതയുടെ പ്രതീകമായി മാറുകയും ചെയ്ത മനുഷ്യന്റെ കഥയാണിത്. ഫാക്ടോളജി മലയാളത്തിലേക്ക് സ്വാഗതം. 1924 ഡിസംബർ 6 ഈജിപ്തിലെ മെഡിറ്ററേനിയൻ തീരദേശ നഗരമായ അലക്സാൻഡ്രിയയിലാണ് എലി കോഹൻ ജനിച്ചത്. 8 പേരടങ്ങുന്ന ഒരു വലിയ കുടുംബത്തിൽ വളർന്ന് യുവാവായ എലി കോഹൻ ഒരു പ്രാദേശിക ജൂത കമ്മ്യൂണിറ്റി സ്കൂളിലാണ് വിദ്യാഭ്യാസം നേടിയത്. ജനിച്ചു വളർന്ന ഈജിപ്തിനോട് അദ്ദേഹത്തിന് ആഴത്തിലുള്ള ദേശസ്നേഹമുണ്ടായിരുന്നു. ബിരുദം നേടിയ ശേഷം കോഹൻ അലക്സാൻഡ്രിയ സർവകലാശാലയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിന് ചേർന്നു. അവിടെയാണ് സാമൂഹിക നീതിയോടുള്ള അദ്ദേഹത്തിന്റെ അഭിനിവേശം ജ്വലിച്ചത്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ അദ്ദേഹം വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും അലക്സാൻഡ്രിയയിലെ മുഖ്യ ജൂത തലവന്റെ മാർഗനിർദ്ദേശപ്രകാരം സയനിസ്റ്റ് ആശയങ്ങളെ ആഴത്തിൽ അറിയാനും ശ്രമിച്ചു. 1949 ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബം ഇസ്രായേലിലേക്ക് കുടിയേറാനുള്ള സുപ്രധാന തീരുമാനം എടുത്തു. എന്നിരുന്നാലും ചെറുപ്പക്കാരനായ കോഹൻ പഠനം പൂർത്തിയാക്കാൻ വേണ്ടി ഈജിപ്തിൽ തന്നെ തുടർന്നു. 1957 ഫെബ്രുവരി 8 അദ്ദേഹം ഇസ്രായേലിൽ എത്തിയപ്പോൾ എലി കോഹന്റെ ജീവിതത്തിൽ നിർണായക വഴിത്തിരിവായി. വെറും 5 ദിവസങ്ങൾക്ക് ശേഷം സൈന്യം അദ്ദേഹത്തെ അഭിമുഖം നടത്തി അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതി നൽകുവാൻ ആവശ്യപ്പെട്ടു. ആ 8 പേജുകളിൽ അദ്ദേഹം ഈജിപ്തിലെ തന്റെ ആദ്യകാല ജീവിതം വിവരിക്കുക മാത്രമല്ല, ഏത് അറബ് രാജ്യത്തും ജോലി ചെയ്തുകൊണ്ട് ഇസ്രായേലിനെ സേവിക്കാനുള്ള തന്റെ സന്നദ്ധതയെ സൂചിപ്പിക്കുകയും ചെയ്തു. അറബി, ഈജിപ്ഷ്യൻ, സിറിയൻ, ലെബനീസ് എന്നീ ഭാഷകളിൽ കോഹന്റെ അസാധാരണമായ പ്രാവീണ്യവും മറ്റ് നിരവധി ഭാഷകളിലുള്ള അദ്ദേഹത്തിന്റെ പ്രാവീണ്യവും അദ്ദേഹത്തെ രഹസ്യ പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യനാക്കി. 1958 യുണൈറ്റഡ് അറബ് റിപ്പബ്ലിക് രൂപീകരിക്കപ്പെടുമെന്ന ഭീഷണിയെ തുടർന്ന് ഇസ്രായേലിന് ശത്രുരാജ്യങ്ങളിൽ നുഴഞ്ഞുകയറി രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു ചാരനെ അടിയന്തിരമായി ആവശ്യമായി വന്നു. അങ്ങനെ എക്കാലത്തെയും ഏറ്റവും ഇതിഹാസചാരന്മാരിൽ ഒരാളുടെ യാത്ര ആരംഭിച്ചു. 1961 തുടക്കത്തിൽ ഇസ്രായേൽ ഒരു സമ്പന്നനായ സിറിയൻ ബിസിനസ്സുകാരന്റെ വേഷത്തിൽ കോഹനെ അർജന്റീനയിലേക്ക് അയച്ചു. കമൽ അമിൻ താബത്ത് എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം 8 മാസം ബ്യൂണസ് അയേഴ്സിൽ ചിലവഴിച്ചു. അറബ് പ്രവാസികളിലേക്ക് നുഴഞ്ഞുകയറുകയും വിപുലമായ ബന്ധങ്ങളുടെ ശൃംഖല കെട്ടിപ്പടുക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ദൗത്യം. തന്റെ വ്യക്തിത്വവും സമ്പത്തിന്റെ ഉദാരമായ പ്രകടനവും ഉപയോഗിച്ച് കോഹൻ ഉന്നതരുടെ പാർട്ടികളിൽ സ്ഥിരം സാന്നിധ്യമായി. അദ്ദേഹത്തിന്റെ ആകർഷണീയതയും അദ്ദേഹം തയ്യാറാക്കിയ സൂക്ഷ്മമായ പശ്ചാത്തലവും സിറിയൻ പ്രവാസികളിലെ പ്രധാന വ്യക്തികളുമായി അഭൂതപൂർവമായ ബന്ധം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഇത് കോഹന് സിറിയയിലേക്ക് പ്രവേശിക്കാനുള്ള വഴിയൊരുക്കി. ബെയ്റൂട്ട് വഴി സിറിയയിലെത്തിയ കോഹൻ കൈക്കൂലി നൽകി നേരിയ കാവലേർപ്പെടുത്തിയിരുന്ന അതിർത്തി കടന്ന് 1962 ഡമാസ്കസിൽ കാലുകുത്തി. തന്റെ വ്യക്തിത്വം കൊണ്ടും സമ്പത്തുകൊണ്ടും അദ്ദേഹം സിറിയൻ സമൂഹവുമായി മികച്ച ബന്ധം സ്ഥാപിച്ചു. അറബ് സംസ്കാരത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള അറിവും ഒന്നിലധികം ഭാഷകൾ സംസാരിക്കാനുള്ള കഴിവും അദ്ദേഹത്തിന് സിറിയയിലെ ഉന്നതരുടെ വിശ്വാസം നേടിക്കൊടുത്തു. ഡമാസ്കസിൽ പ്രതിരോധം മുതൽ വിവര മന്ത്രാലയങ്ങൾ വരെയുള്ള നിരവധി പ്രധാന സർക്കാർ ഏജൻസികളിലേക്ക് കോഹൻ നുഴഞ്ഞുകയറി. വ്യക്തിപരമായ ആകർഷണീയതയിലൂടെയും കുറ്റമറ്റ ഓർമ്മശക്തിയിലൂടെയും ഇറാഖുമായുള്ള സിറിയൻ സൈനിക സഹകരണം, സോവിയറ്റ് ആയുധ വിതരണങ്ങൾ, ഗോലാൻ കുന്നുകളുടെ ആർമിയുടെ തന്ത്രപരമായ വിശദാംശങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള നിർണായകമായ വിവരങ്ങൾ അദ്ദേഹം ശേഖരിച്ചു. ലോകപ്രശസ്തമായ 6 ഡേ വാറിൽ കോഹന്റെ ചാരപ്രവൃത്തി ഇസ്രയേൽ വിജയിക്കുന്നതിൽ വളരെ നിർണായകമായിരുന്നു. എന്നാൽ വിജയത്തോടൊപ്പം അപകട സാധ്യതയും വന്നു. 1965 ജനുവരിയിൽ സിറിയൻ ഇന്റലിജൻസ് നൂതന സോവിയറ്റ് റേഡിയോ ഇന്റർസെപ്റ്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് കോഹന്റെ അപ്പാർട്ട്മെന്റിൽ നിന്ന് സംശയാസ്പദമായ ട്രാൻസ്മിഷനുകൾ കണ്ടെത്തി. തുടർന്ന് നടന്ന പരിശോധനയിൽ ഒരു റേഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പിടിക്കപ്പെട്ടു. അങ്ങനെ കോഹന്റെ മുഖം മൂടി അഴിഞ്ഞു വീണു.
അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് പോലും ദയാഹർജികൾ ഉണ്ടായിരുന്നിട്ടും എലി കോഹനെ വേഗത്തിൽ വിചാരണ ചെയ്ത് വധശിക്ഷയ്ക്ക് വിധിച്ചു. 1965 മെയ് 18 വിധി നടപ്പിലാക്കി പൊതുമധ്യത്തിൽ കോഹൻ തൂക്കിലേറ്റപ്പെട്ടു. മൃതദേഹം മണിക്കൂറുകളോളം ജനങ്ങൾക്ക് കാണുന്നതിനു വേണ്ടി അവിടെ തന്നെ തൂക്കിലിട്ട് പ്രദർശിപ്പിച്ചു. അങ്ങനെ തലമുറകളോളം ഓർമ്മിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ ലോകത്തിന് നഷ്ടപ്പെട്ടു. കോഹന്റെ ബുദ്ധിശക്തി ഒരുപാട് ജീവൻ രക്ഷിക്കുകയും 6 ദിവസത്തെ യുദ്ധത്തിൽ ഇസ്രായേലിന്റെ വിജയത്തിന് ഗണ്യമായ സംഭാവന നൽകുകയും ചെയ്തുവെന്ന് ഇസ്രായേലിന്റെ അന്നത്തെ പ്രധാനമന്ത്രി ലെവി എഷ്കോൾ പിന്നീട് സമ്മതിച്ചിരുന്നു. എന്നിരുന്നാലും ചില വിവാദങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു. ചിലർ കോഹനെ ഇസ്രായേലി ഇന്റലിജൻസ് സ്വന്തം കഴിവ് ഉയർത്തി കാണിക്കാൻ വേണ്ടി ചരിത്രത്തിൽ എഴുതി ചേർത്തതാണെന്ന് അവകാശപ്പെടുന്നു. അതേസമയം ഉയർന്ന സിറിയൻ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് സ്ഥാനക്കയറ്റം ലഭിച്ചത് വെറും കെട്ടുകഥയാണെന്ന് വിമർശകർ വാദിക്കുന്നു. ഇന്ന് ഇസ്രായേൽ ഒരു ദേശീയ നായകനായി എലി കോഹനെ ഓർമ്മിക്കുന്നു. ചരിത്രത്തിന്റെ ഗതിയെ മാറ്റിമറിച്ച് ധീരമായ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ചാരൻ. അദ്ദേഹത്തിന്റെ കഥ ധൈര്യത്തിന്റെയും ത്യാഗത്തിന്റെയും ദേശസ്നേഹത്തിനും ചാരവൃത്തിക്കും ഇടയിലുള്ള മങ്ങിയ രേഖകളുടെയും പ്രതീകമായി തുടരുന്നു. അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വാധീനത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം വ്യക്തമാണ്: എലി കോഹന്റെ പാരമ്പര്യം എന്നേക്കുമായി നിലനിൽക്കുന്നതാണ്. ഒരു രാജ്യത്തെ മുഴുവൻ വിഡ്ഢിയാക്കുകയും സ്വന്തം രാജ്യത്തെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുന്നതിനും തന്റെ രാജ്യത്തിനായി ജീവൻ നൽകുകയും ചെയ്ത എലി കോഹന്റെ അസാധാരണമായ ജീവിതത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെന്നതിന് നന്ദി. അദ്ദേഹത്തിന്റെ ജീവിതത്തെപ്പറ്റി നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. എലി കോഹന്റെ അസാധാരണമായ ജീവചരിത്രത്തെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കില്ലല്ലോ. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫാക്ടോളജി മലയാളം.